മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ വേദിയിലേക്ക് എത്തുകയാണ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തുകയാണ്. ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജനും മറ്റു മന്ത്രിമാരും എല്ലാം തന്നെ അദ്ദേഹത്തിനോടൊപ്പമുണ്ട്. എല്ലാ മന്ത്രിമാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവ് മൈതാനത്തിൽ തുടക്കമാവുകയാണ്. പിന്നീട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അത്തരത്തിലുള്ള പരിപാടികൾ നടക്കുകയും ചെയ്യും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഈ പരിപാടികൾ ബഹിഷ്കരിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ ഇത് വലിയ രീതിയിലുള്ള ധൂർത്താണ്, ആശാസമരവും അതുപോലെ തന്നെ വനിതാ CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകാത്ത വിഷയവും അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ആരോപിച്ചുകൊണ്ട് കേന്ദ്രത്തിനെതിരെ നിരന്തരമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എന്തിനാണ് ഇത്രയും കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള ആഘോഷം എന്ന രീതിയിലുള്ള വിമർശനം ഇതിനകം തന്നെ പ്രതിപക്ഷം ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അത് രൂക്ഷമായ രീതിയിൽ തന്നെ ഉന്നയിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത്. എന്തായാലും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് അല്പസമയത്തിനകം കാസർഗോഡ് കാലിക്കടവ് മൈതാനത്തിൽ തുടക്കമാവും എന്നുള്ളതാണ് സുജിയ. അർജുൻ കല്യാട്, കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ ഈ ഒരു ആഘോഷ പരിപാടി എത്തുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്, അതോടൊപ്പം തന്നെ അതിനിടയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുണ്ട്. സർക്കാരിൻ്റെ ഇതുവരെയുള്ള ചെയ്ത കാര്യങ്ങൾ അത് 2 ഊഴങ്ങളാണ്. ആദ്യ 1ാം പിണറായി സർക്കാർ, അതോടൊപ്പം തന്നെ 2ാം പിണറായി സർക്കാർ. 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികമെന്ന് പേരിടുമ്പോഴും ഇക്കഴിഞ്ഞ 9 വർഷങ്ങൾ തുടർച്ചയായി എന്തൊക്കെ മാറ്റങ്ങൾ സംസ്ഥാനത്ത് വരുത്താൻ കഴിഞ്ഞു എന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങി വിശദീകരിക്കുന്ന ഒരു പരിപാടിയായിട്ടായിരിക്കില്ലേ ഇത് നടക്കുക? തീർച്ചയായിട്ടും സുജിയ, കഴിഞ്ഞ വർഷമാണ് ഈ സർക്കാരിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഒരു നവകേരള സദസ്സ് എന്ന രീതിയിലുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അത്തരമൊരു പരിപാടി ആസൂത്രണം ചെയ്യുകയും അത് എല്ലാ മണ്ഡലങ്ങളിലും മന്ത്രിമാർ ഉൾപ്പെടെ സഞ്ചരിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങളെ കണ്ട് സംവദിക്കുന്ന രീതിയിലൊരു പരിപാടിയായിരുന്നു. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെ വേണം നമുക്ക് ഈ വാർഷികാഘോഷ പരിപാടിയും കാണാൻ വേണ്ടി. ഏപ്രിൽ 21-ന് കാലിക്കടവിൽ നിന്ന് തുടങ്ങി മെയ് 30-ന് തിരുവനന്തപുരത്ത് അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായാണ് ഈ പരിപാടി, വാർഷികാഘോഷ പരിപാടി. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലും കാസർഗോഡ് സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ 1 മാസം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രി അടക്കം അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 9 വർഷം കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് ഈ 1 മാസക്കാലം നീളുന്ന പ്രചാരണത്തിൽ വിവരിക്കുന്നത്. വികസന നേട്ടങ്ങൾ അത് ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ആഘോഷ പരിപാടികൾക്കായി മുഖ്യമന്ത്രിയും ഒപ്പം മന്ത്രിമാരുമെല്ലാം വേദിയിൽ എത്തിക്കഴിഞ്ഞില്ലേ? പരിപാടി തുടങ്ങുകയല്ലേ അർജുൻ കല്യാട്? കാസർഗോഡ് 2ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മന്ത്രിമാരെല്ലാം വേദിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരം വരെ എത്തുന്ന 1 മാസം നീളുന്ന പ്രചാരണ പരിപാടികളാണ് വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന നവകേരള സദസ്സിൻ്റെ മറ്റൊരു വേർഷനായിട്ടാണ് ഇത് വരുന്നത്. വികസന നേട്ടങ്ങൾ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്കും ഒപ്പം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകുന്ന ഒരു വേളയിലാണ് ഈ വാർഷികാഘോഷ പരിപാടികൾ ഇത്രയും ഗംഭീരമായി തന്നെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അടുത്ത വാർഷികം എന്ന് പറയുന്നത് 5ാം വർഷം പൂർത്തിയാകുന്ന ഈ ഒരു വേളയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രചാരണ കാലയളവ്, 1 മാസം നീളുന്ന കാലയളവിൽ എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു, പുതുതായി എന്തൊക്കെ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞു, എങ്ങനെയൊക്കെ ജീവിത നിലവാരം കേരളത്തിലെ ജനങ്ങളുടെ മെച്ചപ്പെടുത്താൻ സാധിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഈ പ്രചാരണ പരിപാടിയിലുടനീളം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ജനങ്ങളോട് പറയുക. വലിയൊരു സദസ്സ് തന്നെ അവിടെ എത്തിയിട്ടുണ്ടല്ലോ അർജുൻ കല്യാട്, മന്ത്രിമാരെല്ലാം വേദിയിലെത്തിയില്ലേ? തീർച്ചയായിട്ടും എല്ലാ മന്ത്രിമാരും മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങൾ എല്ലാവരും തന്നെ ഈ വേദിയിലുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ, അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി, KN ബാലഗോപാൽ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, V അബ്ദുറഹ്മാൻ തുടങ്ങിയിട്ടുള്ള ഘടകകക്ഷികളുടെ മന്ത്രിമാർ, അതിനുപോലും പുറമെ ഭരണപക്ഷത്തുള്ള CPIM-ന്റെയും CPI-യുടെയും മന്ത്രിമാരെല്ലാം തന്നെ
സദസ്സിലും നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടുള്ള വിപുലമായ രീതിയിലുള്ള ഒരു വാർഷികാഘോഷ പരിപാടി തന്നെയാണ് സർക്കാർ ഇപ്പോൾ കാസർഗോഡ് തുടക്കം കുറിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് പോലെ തന്നെ ഇപ്പോൾ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം റവന്യൂ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തൊക്കെ കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായി സംസാരിക്കുമെന്നതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാരണം രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ മറുപടി നൽകാനുള്ള സാധ്യതയുണ്ട്. പ്രതിപക്ഷം ദൂർത്താണ് എന്നുള്ള ആരോപണം ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ള ആകാംക്ഷ കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിന്റെ വാർഷികാഘോഷം, 4ാം വാർഷികാഘോഷം വിപുലമായ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നതിന് വേണ്ടി സർക്കാർ തയ്യാറെടുക്കുന്നു. അതിന്റെ തുടക്കമാണ് ഇപ്പോൾ കാസർഗോഡ് കാലിക്കടവ് മൈതാനത്തിൽ നമ്മൾ കാണുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ഇത്രയും സമരങ്ങൾ, ആശാസമരം, അവരുടെ വേതന വർധനവുമായി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. പക്ഷെ അതിനകത്ത് ഒരു തരത്തിൽ പോലും പരിഗണിക്കാതെ സർക്കാർ മാറി നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാരാണ് അതിനകത്ത് പരിഗണിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് സംസ്ഥാന സർക്കാർ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ് അവിടെയുള്ള ഉദ്യോഗാർത്ഥികൾ വലിയ രീതിയിലുള്ള കണ്ണീരോടുകൂടി മടങ്ങുന്ന കാഴ്ച എല്ലാവരും തന്നെ കാണുകയും ചെയ്തത്. ആ ഒരു സമയത്ത് കൂടിയാണ് ഇത്തരം ഒരു 4ാം വാർഷികാഘോഷം. ഇതിനകം തന്നെ പ്രതിപക്ഷ നേതാക്കളെല്ലാം പറഞ്ഞത് ആശാ പ്രവർത്തകർക്ക് നൽകാനില്ലാത്ത വേതനം, അല്ലെങ്കിൽ CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകാത്ത അല്ലെങ്കിൽ നൽകാൻ വേണ്ടി കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നിൽക്കുമ്പോഴാണോ ഇത്രയും വലിയ കോടികൾ മുടക്കിയിട്ടുള്ള ഇങ്ങനെയൊരു ആഘോഷം സർക്കാർ സംഘടിപ്പിക്കേണ്ടത്? ആദ്യം അവരുടെ കണ്ണീർ തുടക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാവണം. അതിനുശേഷമാവണം വാർഷികാഘോഷം തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് കാണുകയും ചെയ്യുന്നത്.